ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജീവിതത്തിൽ പല വ്യക്തികളും പറയും, എനിക്ക് സമ്പാദ്യമില്ല, ഉള്ള സമ്പാദ്യമൊക്കെ എവിടെ പോകുന്നു, എത്ര കഷ്ടപ്പെട്ടിട്ടും ഒന്ന് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യാം. ഇന്ന് ജീവിതത്തിൽ നിങ്ങൾ 3 കാര്യങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും പൈസ വാരി എറിഞ്ഞോളൂ, നിങ്ങൾക്ക് 1 രൂപ പോലും നഷ്ടമുണ്ടാകില്ല എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തത്. ഇത് പറയുന്നത് ആചാര്യനായ ചാണക്യനാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യനായ ചാണക്യൻ. ചാണക്യനീതിയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായും നമുക്ക് നല്ല ഉയർച്ചയും സാമ്പത്തികമായിട്ടാണെങ്കിലും സന്തോഷപരമായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹം പറയുന്ന ഈ 3 കാര്യങ്ങൾ, നിങ്ങൾ ഈ 3 കാര്യങ്ങൾക്ക് എത്ര വേണമെങ്കിലും പൈസ വാരിയെറിഞ്ഞോളാനാണ് പറയുന്നത്. എന്തായിരിക്കും ആ 3 കാര്യങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? നമുക്ക് നോക്കാം. നമ്പർ 1, ദാനം. ആചാര്യനായ ചാണക്യന്റെ അഭിപ്രായത്തിൽ ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ല കർമ്മമാണ്. ദാനം ചെയ്യുന്നവൻ എപ്പോഴും സന്തോഷവാനാണ്. അതുകൊണ്ട് നിങ്ങളിലുള്ള പൈസ നിങ്ങൾ എത്രയാണെന്ന് നോക്കുന്നില്ല, ഉള്ളത് ദാനം ചെയ്യാൻ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ദാനം ചെയ്യുന്നതിന്റെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷവും കുടുംബത്തെ അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദരിദ്രരെ സഹായിക്കുക എന്നുള്ളതാണ്. ഏറ്റവും 3 വിഭാഗം ആളുകൾക്ക് പരിഗണന കൊടുക്കാനും അദ്ദേഹം പറയുന്നു. അതായത് മരുന്നിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ, ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ, വസ്ത്രത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ. ഈ ആളുകളെ പരിഗണിച്ച് അവരിലേക്ക് എത്തിക്കേണ്ടത് എത്തിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് കൊടുക്കുന്ന സമ്പാദ്യത്തിൽ 1 രൂപ പോലും കുറയുകയില്ല. പകരം ഇരട്ടിയുടെ ഇരട്ടി സമ്പാദ്യം നിങ്ങൾക്ക് വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. നമ്പർ 2 എന്ന് പറയുന്നത് മതപരമായ കാര്യങ്ങൾക്ക് സഹായിക്കുന്ന ആൾ. മതപരമായി സഹായിക്കുന്ന ഒരാൾ എപ്പോഴും സന്തോഷവാനായിരിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ പണം വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, അദ്ദേഹത്തിന് സന്തോഷമുണ്ടാകും എന്നാണ് പറയുന്നത്. നമ്പർ 3, സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക്. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പോലും പണം ചെലവഴിക്കുന്ന ആൾക്ക് ഒരുപാട് സമ്പാദ്യം വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം. അത് ശരിയായ സ്ഥലത്ത് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹമാണ് ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യം, ഒരു മനുഷ്യൻ തൻ്റെ പദവി മറന്ന് അല്ലെങ്കിൽ പദവിയിൽ മനസ്സിലാക്കാതെ ദാനം ചെയ്യരുതെന്നും പറയുന്നു. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ തുച്ഛമാണെങ്കിൽ അത് മൊത്തം കൊടുക്കാൻ പറയുന്നില്ല, അതിലെ 1% മാത്രമേ കൊടുക്കുവാൻ പറയുന്നുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ദാനം വിപത്തിനെ തടയും, ദാനം സമ്പത്തിനെ ഉയർത്തും. ഈ വാക്യങ്ങൾ മുറുകെ പിടിക്കുക. ആചാര്യൻ്റെ ചാണക്യനീതിയിൽ പറയുന്ന ഇത്തരം കാര്യങ്ങളെ നമ്മൾ എപ്പോഴും കൈകൾ ചേർത്ത് പിടിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വിജയമുണ്ടാകും. ഒന്നോർക്കുക, എത്ര ധനം കിട്ടിയിട്ടും 1 രൂപ പോലും സേവ് ചെയ്യാൻ പറ്റുന്നില്ല, തൻ്റെ കയ്യിൽ ഒന്നും നിൽക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക, താൻ ദാനം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ദാനം കൊടുത്താൽ തീർച്ചയായും ഇരട്ടിയുടെ ഇരട്ടി ഉണ്ടാകുമെന്നുള്ള സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ദാനം കൊടുത്തവർ ഒരിക്കലും ഞാൻ ദാനം കൊടുത്തു എന്ന് കമൻറ്റ് ചെയ്യേണ്ട. കാരണം വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നുള്ള സത്യം നമ്മൾ മുറുകെ പിടിക്കുക. എല്ലാവരും നല്ല മനസ്സായിട്ട് പ്രവർത്തിക്കുക. പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.